அதில் ஆரை ஐஸ்வர்யா ராதலட்சுமி எதுக்குடா இங்க வந்த? ஏன்டா என்ன டென்ஷன் பண்ற? எங்க பார்த்தாலும் நீ ഫെമിനിറ്റി ആൻഡ് ക്രൂരയായ സ്ത്രീ I don't know. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ഞാനൊരു സ്ത്രീയുടെ കൂടി ഇരിക്കുമ്പോൾ അവർ പറയാണ് അയ്യോ എനിക്ക് നടുവിന് വേദന എടുക്കുന്നെന്ന് പറയുന്നു. അപ്പൊ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല സ്പേസുകളുണ്ടാവും. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നത്. എല്ലാവരും ഭയങ്കര അതായത് നെഗറ്റീവായിട്ട് കാണുന്ന ഒരു ചാനലാണ് ഈ ചെകുത്താൻ എന്ന് പറയുന്നത്. വലിങ്ങേറി വന്നേക്കുന്ന അങ്ങോട്ട് എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. അതായത് അവിഹിതത്തിൽ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റുന്നു. ഞാൻ അതിനോട് യോജിക്കുന്നു. നിനക്ക് നാണമുണ്ടോ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? ഞാൻ അവിഹിതമാണല്ലോ, എനിക്കുണ്ടായത് അവിഹിതമായ കുട്ടിയാണല്ലോ. എന്നിട്ടാണോ അത് പറഞ്ഞപ്പോൾ താങ്കളോട് കിടന്ന് ചൂടായി പറ്റും? അവിഹിതം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഒരു വൃത്തികെട്ട ചിന്താഗതി ഉണ്ടല്ലോ, വൃത്തികെട്ട ചിന്താഗതി. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇതിനൊക്കെ മറുപടി പറഞ്ഞ് ഞാൻ വീട് ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ വേറെ രീതിയിൽ അടിയുണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ ഇനി എന്തായാലും താല്പര്യമില്ല. നമ്മളൊരു ആവേശത്തിന് പറയുമ്പോൾ ഒരു കൊഴുപ്പുണ്ടാവാൻ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. അവിഹിതം എന്താണ്, വ്യഭിചാരം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഇതിനൊക്കെ വളരെ പോസിറ്റീവായിട്ട് കരുതുന്നത്. അവിഹിതമെങ്കിൽ അവിഹിതം, വ്യഭിചാരമെങ്കിൽ വ്യഭിചാരം. രസം അധികമായ വിഷമാണ് കേട്ടോ. എണ്ണല്ലേന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഒരു എണ്ണം കിട്ടുന്നുണ്ടല്ലോ. ഒരു അവിഹിതമാണ് നമ്മൾക്ക് ഉണ്ടായിരിക്കുന്നത്, ഒരു പീഡനമാണ് ഉണ്ടായിരിക്കുന്നതിൽ. അതില് നമ്മൾക്ക് ഞാൻ ഈ പറഞ്ഞ കേസുകളിൽ എവിടെയെങ്കിലും പീഡനം ഉണ്ടോ? നീ ഒരു ഉപകാരം ചെയ്യോ? ആ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറി ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കാം. നീ ആ ഫസ്റ്റ് ഗിയർ തന്നെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കണം. ഞാൻ അതിനെ കുറിച്ച് പറയില്ല. ഫോട്ടോഗ്രാഫർ എന്നോട് ആവശ്യപ്പെട്ട് തുണി ഊരിയിട്ടിട്ട് മറ്റേ ഇന്നർ അണ്ടർവെയർ ഇട്ടിട്ട് ഡ്രസ്സ് അത് കാണിക്കാൻ പറഞ്ഞു. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ചിലപ്പോൾ അയാൾ ഒരു 5 മിനിറ്റോടെ സംസാരിച്ചിരുന്നെങ്കിൽ അവർ സമ്മതിച്ചേനെന്നാ പറഞ്ഞു. ആ മാനസികാവസ്ഥയെ കുറിച്ചാണ്. അങ്ങനത്തെ ഒരു അവസരം വേണ്ടെന്ന് വെച്ചാ പറയുന്നേ. പിന്നെ നാണക്കെടുത്തി. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് എന്റെ കുണ്ടിക്ക് ഒരാൾ വന്നിങ്ങനെ അടിച്ചാലും ഞാൻ തിരിച്ചടിക്കുന്ന ഒരാൾ, അയാളെ അടിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് അതേ തോന്നത്തുള്ളൂ. ദൈവമേ, ഞാൻ ചെയ്തിട്ടാണല്ലോ തിരിച്ചു ചെയ്യുന്നത് എനിക്ക് തോന്നത്തുള്ളൂ. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. പുരുഷന്റെയും സ്ത്രീയുടെയും ശരീരത്തിന്റെ രീതിയിൽ ആസ്വദിക്കുന്ന ഒരാളാണ്. അല്ലാതെ അത് കണ്ട് നല്ല പട്ടക്സ് എന്ന് പറഞ്ഞ് പോയി പിടിക്കത്തില്ല. പോകുന്ന വഴി തട്ടത്തില്ല. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്. ഇനി ഒന്നും സംഭവിച്ചില്ല, അതൊക്കെ വെരി വെരി ഗുഡ്.